കാർഷിക വാർത്തകൾ. മഴ തുടരുന്നത് കാരണം സുഗന്ധവ്യഞ്ജന രംഗത്ത് മരവിപ്പ്. റബ്ബർ അവധി വ്യാപാരത്തിലും തളർച്ച. തണുത്ത കാലാവസ്ഥയും മഴയും കണക്കിലെടുത്ത് ഉത്തരേന്ത്യൻ സുഗന്ധവ്യഞ്ജന വാങ്ങലുകാർ രംഗത്ത് നിന്നും താൽക്കാലികമായി അകന്നു. ചരക്ക് നീക്കത്തിനിടയിൽ മഴ മൂലം ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മയെ ബാധിക്കുന്ന അവസ്ഥ ഒഴിവാക്കാനുള്ള നീക്കം സ്വാഭാവികം മാത്രം. അതേസമയം ഈ കാരണം അവസരമാക്കി വില ഇടിക്കാനുള്ള ശ്രമങ്ങളും വിപണിയിൽ അരങ്ങേറുന്നുണ്ട്. ഇടുക്കി, വയനാട്, പത്തനംതിട്ട, കൊല്ലം ഭാഗങ്ങളിൽ നിന്നുള്ള കർഷകരും മധ്യവർത്തികളും കനത്ത മഴ മുൻനിർത്തി ഉൽപ്പന്നങ്ങൾ തണുപ്പ് തട്ടാതെ സൂക്ഷിക്കുകയാണ്. കുരുമുളകിന് ഈർപ്പം വന്നാൽ ജലാംശത്തോത് ഉയരാനും പൂപ്പൽ ബാധയ്ക്കും സാധ്യതയുണ്ട്. അതേസമയം പിന്നിട്ട 8 പ്രവൃത്തി ദിനങ്ങളിൽ കുരുമുളക് വില കിൻഡലിന് 1300 രൂപ കുറഞ്ഞ് 65,600 രൂപയായി. എന്നാൽ 200 ടണ്ണിൽ കുറവ് ചരക്ക് മാത്രമാണ് ഈ കാലയളവിൽ കൊച്ചിയിൽ വിൽപ്പനയ്ക്കിറങ്ങിയത്. ഓഫ് സീസണിൽ വരവ് ചുരുങ്ങിയ ഘട്ടത്തിൽ നിരക്ക് ഇത്തരത്തിൽ ഇടിയുന്നതിനെ കാർഷിക മേഖല സംശയദൃഷ്ടിയോടെയാണ് വീക്ഷിക്കുന്നത്. രാജ്യാന്തര റബ്ബർ അവധി വ്യാപാര രംഗം ഇടപാടുകളുടെ ആദ്യ പകുതിയിൽ സജീവമായിരുന്നു. ജപ്പാൻ, സിംഗപ്പൂർ, ചൈനീസ് മാർക്കറ്റുകളിൽ നിക്ഷേപകർ കാണിച്ച ഉത്സാഹം റബ്ബറിനെ ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിലവാരത്തിലേക്ക് കൈപ്പിടിച്ചുയർത്തി. ജപ്പാൻ ഒസാക്ക വിപണിയിൽ കിലോ 300 യെന്നിലെ പ്രതിരോധവും കടന്ന് 305 yen വരെ കയറിയെങ്കിലും ഓപ്പറേറ്റർമാർ ലാഭമെടുപ്പിന് നീക്കം നടത്തിയത് ക്ലോസിംഗിൽ അല്പം തളർത്തി. ക്രൂഡ് ഓയിൽ വിലയിലെ ചാഞ്ചാട്ടം റബ്ബർ ഇടപാടുകാരെ ലാഭമെടുപ്പിന് പ്രേരിപ്പിച്ചു. അടുത്ത തിങ്കളാഴ്ച വരെ കനത്ത മഴയാണ് തായ് കാലാവസ്ഥ വിഭാഗം പ്രവചിച്ചത്. അതേസമയം അമേരിക്കൻ താരിഫ് വിഷയങ്ങൾ മൂലം ജപ്പാനിൽ നിന്നുള്ള കയറ്റുമതി പിന്നിട്ട 8 മാസത്തെ ഏറ്റവും താഴ്ന്ന നിലവാരത്തിലേക്ക് നീങ്ങി. വാഹന കയറ്റുമതിയിലെ തളർച്ച റബ്ബറിലും പ്രതിഫലിക്കും. സംസ്ഥാനത്ത് 4ാം ഗ്രേഡ് 19,900-ലും 5ാം ഗ്രേഡ് 19,600 രൂപയിലുമാണ്. ഒരു വിഭാഗം സ്റ്റോക്കിസ്റ്റുകൾ ഏലക്ക വിറ്റുമാറാൻ ഉത്സാഹിച്ചു. വണ്ടമേട്ടിൽ നടന്ന ഏലക്ക ലേലത്തിൽ 41,092 കിലോഗ്രാം ചരക്ക് വിൽപ്പനയ്ക്കെത്തിയതിൽ 40,852 കിലോയും കയറ്റുമതിക്കാരും ഉത്തരേന്ത്യൻ വാങ്ങലുകാരും ചേർന്ന് ശേഖരിച്ചത് ഉൽപ്പന്നത്തിന് താങ്ങായി. കാലാവസ്ഥ കണക്കിലെടുത്താൽ അടുത്ത മാസം ചില ഭാഗങ്ങളിൽ വിളവെടുപ്പ് ഊർജിതമാവുമെന്ന് കർഷകർ. വിദേശ വിപണിയിൽ പ്രിയമേറിയ വലിപ്പം കൂടിയ ഇനങ്ങൾ കിലോ 3,097 രൂപയിലും ശരാശരി ഇനങ്ങൾ 2,508 രൂപയിലും കൈമാറി. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. സംസ്ഥാനത്ത് തേങ്ങയുടെ വില വീണ്ടും ഉയരുന്നു. മൊത്തവ്യാപാര വില 75 രൂപയിലേക്കും ചില്ലറ വില 82 രൂപയിലും എത്തി. നിലവിലെ സാഹചര്യത്തിൽ ഓണമാകുമ്പോഴേക്കും നാളികേര വില 100 രൂപയിലെത്തും. കേരളത്തിൽ നാളികേരം ഉൽപാദനം കുത്തനെ ഇടിയുകയാണ്. തമിഴ്നാട്ടിൽ നിന്നുള്ള തേങ്ങ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കയറിപ്പോവുകയും ചെയ്യുന്നു. കാങ്കയം, പൊള്ളാച്ചി, ഉദുമൽപേട്ട, തേനി, കന്യാകുമാരി എന്നിവിടങ്ങളിൽ നിന്നാണ് കൂടുതലായി തേങ്ങ കൊണ്ടുവരുന്നത്. കേരളത്തിൽ തെങ്ങ് കൃഷി ഓരോ വർഷവും കുറയുകയാണ്. കോഴിക്കോട് മുതൽ വടക്കോട്ടുള്ള ജില്ലകളിലെ തേങ്ങ കർണാടകയിലേക്കും മധ്യകേരളത്തിലെ തേങ്ങ തമിഴ്നാട്ടിലേക്കുമാണ് പോകുന്നത്. കൂടിയ വില നൽകി കമ്പനികൾ സംഭരണം തുടങ്ങിയതോടെ കേരളത്തിൽ വില വൻതോതിൽ ഉയർന്നു. തമിഴ്നാട്ടിലും കർണാടകയിലും നാളികേര മൂല്യവർദ്ധിത ഉൽപ്പന്ന കമ്പനികൾ പെരുകിയതും കേരളത്തിൽ തേങ്ങാക്ഷാമത്തിനും വിലക്കയറ്റത്തിനും മറ്റൊരു കാരണമായി. ഇരു സംസ്ഥാനങ്ങളിലേക്കും വടക്കൻ കേരളത്തിൽ നിന്നുള്ള തേങ്ങ വ്യാപകമായി കൊണ്ടുപോകുകയാണ്. കർണാടകത്തിൽ തേങ്ങാപ്പാൽ അധിഷ്ഠിത കമ്പനികളാണ് മുഖ്യ ആവശ്യക്കാർ. കാലാവസ്ഥാ വ്യതിയാനവും വണ്ട് ശല്യവും തെങ്ങുകളെ നശിപ്പിക്കുന്നു. വളം, കീടനാശിനി തുടങ്ങിയവയ്ക്കും വൻ ചെലവാണ്. തെങ്ങ് കയറ്റ കൂലി 100 രൂപയിലെത്തി. തെങ്ങിന്റെ മുകൾ ഭാഗം വൃത്തിയാക്കി മരുന്ന് തളിക്കുന്നതിന് 150 രൂപ നൽകണം. ഒരു വർഷത്തിനുള്ളിൽ നാളികേര വിലയിൽ കിലോഗ്രാമിന് 40 രൂപയിലെ കയറ്റമാണുണ്ടായത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. കേരളത്തിലെ കർഷകരിൽ നിന്ന് നെല്ല് സംഭരിക്കാൻ സാധ്യത പരിശോധിച്ച് കേന്ദ്ര സർക്കാർ. ആദ്യഘട്ടത്തിൽ പാലക്കാട്, തൃശൂർ ജില്ലകളിലാകും നെല്ല് സംഭരിക്കുക. ആദ്യഘട്ടത്തിൽ പാലക്കാട്, തൃശൂർ ജില്ലകളിൽ നിന്നായി 50,000 ടൺ നെല്ലായിരിക്കും സംഭരിക്കുക. 7 ദിവസത്തിനകം കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ വില ലഭ്യമാക്കും. പരമാവധി 15 ദിവസത്തിനകം നെല്ലുവില കൊടുത്തു തീർക്കുമെന്നാണ് വാഗ്ദാനം. ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയത്തിന് കീഴിലുള്ള നാഷണൽ കോ ഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ആയിരിക്കും നെല്ല് സംഭരിക്കാനുള്ള ചുമതല. കേരളത്തിൽ ഭാരതരി വിതരണം ചെയ്യുന്നതും NCCF ആണ്. സഹകരണ വകുപ്പിന്റെ ചുമതലയുള്ള കേന്ദ്രമന്ത്രി അമിത്ഷായുമായി ചർച്ച നടത്തിയ ശേഷമാണ് NCCFനെ ചുമതലപ്പെടുത്താൻ തീരുമാനിച്ചതെന്നാണ് വിവരം. 27 രൂപ 20 പൈസയ്ക്കാണ് കർഷകരിൽ നിന്ന് സപ്ലൈകോ നെല്ല് സംഭരിക്കുന്നത്. ഇപ്പോൾ 69 പൈസ കേന്ദ്ര സർക്കാർ കൂട്ടിയിട്ടുണ്ട്. ഈ തുകയ്ക്ക് തന്നെയായിരിക്കും NCCFും നെല്ല് സംഭരിക്കുക. അതേസമയം കയറ്റുമതിക്കടക്കം പറ്റിയ ഗുണനിലവാരമുള്ള നെല്ല് ലഭ്യമാക്കിയാൽ അതിനനുസരിച്ച് വില നൽകാമെന്ന് അധികൃതർ ഉറപ്പു നൽകിയതായാണ് വിവരം. സാധ്യതാ പഠനത്തിനായി NCCF MD ആനീസ് ജോസഫ് ചന്ദ്രയുടെ നേതൃത്വത്തിലുള്ള സംഘം പാലക്കാട്ടെത്തി കർഷകരുമായി ചർച്ച നടത്തി. തൃശൂരിലെ കർഷകരും യോഗത്തിൽ പങ്കെടുത്തിരുന്നു. പാലക്കാട്ടെ 5 പഞ്ചായത്തുകളിൽ നിന്നായി 500 കർഷകരുടെ സമ്മതപത്രവും NCCF കൈപ്പറ്റിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഗോവൻ ഫെനിക്ക് സമാനമായി കേരളത്തിന്റെ സ്വന്തം കണ്ണൂർ ഫെനി ഔദ്യോഗികമായി പുറത്തിറങ്ങാനൊരുങ്ങുന്നു. അടുത്ത കശുവണ്ടി സീസണിൽ ഉൽപാദനം ആരംഭിച്ച് ഈ വർഷം ഡിസംബറോടെ ഫെനി വിപണിയിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
പയ്യാവൂർ സർവീസ് സഹകരണ ബാങ്കിന് കശുമാങ്ങയിൽ നിന്ന് വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കാൻ എക്സൈസിന്റെയും സർക്കാരിന്റെയും അന്തിമാനുമതി നേരത്തെ ലഭിച്ചിരുന്നു. ഇതോടെ 2025 കശുവണ്ടി സീസണിൽ ഉൽപ്പന്നം വിപണിയിലെത്തിക്കാൻ ഉൽപ്പാദകർ ഒരുങ്ങുകയാണ്. ഡിസ്റ്റിലറിക്കായി കാഞ്ഞിരക്കൊല്ലിയിൽ 4 ഏക്കർ ഭൂമി സഹകരണ സംഘം മാറ്റിവെച്ചിട്ടുണ്ട്. 1 ലിറ്റർ ഫെനിയുടെ ഉൽപ്പാദന ചെലവ് ഏകദേശം 200 രൂപ മുതൽ 250 രൂപയായി കണക്കാക്കുന്നു. 100% എക്സൈസ് നികുതി ഏർപ്പെടുത്തിയാൽ ഏകദേശം 500 രൂപ മുതൽ 600 രൂപയ്ക്കിടയിൽ വില നിശ്ചയിക്കാനാണ് ബാങ്ക് ലക്ഷ്യമിടുന്നത്. കണ്ണൂരിലെ സമൃദ്ധമായ കശുവണ്ടി വിളവ് ഉപയോഗിച്ച് ഒരു തനത് ഉൽപ്പന്നം എന്ന നിലയിലാണ് കണ്ണൂർ ഫെനി എന്ന ആശയം രൂപപ്പെട്ടത്. 2016 സഹകരണ സംഘം ഈ നിർദ്ദേശവുമായി സംസ്ഥാന സർക്കാരിനെ സമീപിച്ചു. 2022 ജൂണിൽ സർക്കാരിന്റെ ഔദ്യോഗിക അംഗീകാരം ലഭിച്ചെങ്കിലും ചില നിയന്ത്രണങ്ങൾ കാരണം പദ്ധതി നിർത്തിവെച്ചിരുന്നു. എന്നാൽ നിയമസഭാ സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് അംഗീകരിക്കുകയും ധനകാര്യ വകുപ്പ് നികുതി നിരക്കുകൾ നിശ്ചയിക്കുകയും ചെയ്തതോടെ കണ്ണൂർ ഫെനിക്ക് ഔദ്യോഗികമായി അനുമതി ലഭിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വില കുറഞ്ഞതോടെ കാപ്പി കർഷകർ പ്രതിസന്ധിയിൽ. ആഗോള വിപണിയിലും ദക്ഷിണേന്ത്യൻ വിപണിയിലും കാപ്പി വില കുത്തനെ ഇടിഞ്ഞതോടെ കൃഷിയിൽ ഉയർന്ന പ്രതീക്ഷയോടെ നിക്ഷേപിച്ച കർഷകർ കടുത്ത സാമ്പത്തിക സമ്മർദ്ദത്തിലാണ്. ഒരു കാലത്ത് ഹൈറേഞ്ചിലെ പ്രധാന കൃഷികളിലൊന്നായിരുന്നു കാപ്പി കൃഷി. എന്നാൽ തുടർച്ചയായുണ്ടായ വിലയിടിവ് വലിയൊരു വിഭാഗം കർഷകരെ കാപ്പി കൃഷിയിൽ നിന്നും പിന്തിരിയാൻ പ്രേരിപ്പിച്ചു. ഇതോടെ കർഷകർ മറ്റു കൃഷികളിലേക്ക് തിരിഞ്ഞു. കാപ്പിക്കുരു വിളവെടുക്കാൻ വേണ്ടി വരുന്ന കൂലി വർധനവും കർഷകരെ കൃഷിയിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ഘടകമായി. ആഗോള വിപണിക്കൊപ്പം ദക്ഷിണേന്ത്യൻ വിപണിയിലും കാപ്പി വില കുത്തനെ ഇടിഞ്ഞത് കർഷകരുടെ പ്രതീക്ഷകളെ തകിടം മറിച്ചു. ഉയർന്ന വില ലഭിക്കുമെന്ന കണക്കൂട്ടലിൽ കാപ്പി സംഭരിച്ച കർഷകർ വിപണിയിലെ ഈ തളർച്ചയിൽ കടുത്ത സമ്മർദ്ദത്തിലാണ്. ജനുവരിയിൽ കിലോയ്ക്ക് 500 രൂപ വരെ എത്തിയിരുന്ന റോബസ്റ്റ കാപ്പിക്ക് വലിയ തിരിച്ചടിയാണ് നേരിട്ടിരിക്കുന്നത്. അറബിക്ക കാപ്പിയുടെ വിലയും ഗണ്യമായി കുറഞ്ഞു. അന്താരാഷ്ട്ര കാപ്പി വിപണിയിലും കാര്യങ്ങൾ ശുഭകരമല്ല. ബ്രസീലിൽ കാപ്പി വിളവ് പുരോഗമിച്ച പുതിയ ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിയത് വിലയിടിവിന് കാരണമായി. കൂടാതെ വിയറ്റ്നാം കഴിഞ്ഞ മാസം വൻതോതിൽ കാപ്പി കയറ്റുമതി ചെയ്തതും വില കുറയാൻ ഇടയാക്കി. നിലവിൽ ഹൈറേഞ്ചിൽ റോബസ്റ്റ കാപ്പിക്ക് കിലോയ്ക്ക് 225 രൂപയും കാപ്പി പരിപ്പിന് 400 രൂപയുമാണ് വില. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കാണാം കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം. RSS 4 199, RSS 5 196, ലാറ്റക്സ് 142, ജാതിക്ക 250, ജാതിപത്രി 1800 മുതൽ 2000 വരെ, ഗ്രാമ്പു 750, അടയ്ക്ക 260, കാപ്പിക്കുരു 210, കൊക്കോ പരിപ്പ് 250, കുരുമുളക് ഗാർബിൾ 67,600, കുരുമുളക് അൺഗാർബിൾ 65,600, ഏലക്ക 2300 മുതൽ 2400 വരെ, വെളിച്ചെണ്ണ 33,800, കൊപ്ര 23,600, ചുക്ക് 22,500.